ഒരിക്കൽ നടന്ന വിജനതയിലൂടെ റോക്കി സൈമൺ വീണ്ടും നടന്നു. വീണ്ടും നടന്നതുകൊണ്ട് കാലിന് ഭയങ്കര വേദനയുണ്ട്. പക്ഷേ അത് റോക്കിയെ തളർത്തിയില്ല. കുടിച്ച കള്ള് പഠിച്ച ബൂക്കിൽ വാളുവച്ച ഓർമ്മകൾ, കടിക്കാത്ത പട്ടിയെ എറിഞ്ഞു കടിപ്പിച്ച നോവുകൾ. ശുദ്ധമായ ഹാസ്യം റോക്കി സൈമണെ ചിരിപ്പിച്ചില്ല. ചിരിക്കാത്ത റോക്കി മരിക്കാത്ത ഓർമ്മകളെ സ്മരിച്ചുകൊണ്ട് ആ വഴിയിലൂടെ നടന്നുകൊണ്ടിരുന്നതുകൊണ്ടാണോന്നറിയില്ല, റോക്കിക്ക് മുന്നോട്ട് പോവാൻ പറ്റിയില്ല. ഫിസിക്സെന്ന് അങ്ങനൊരു കുഴപ്പമുണ്ട്. ഇരുന്നാൽ പിന്നെ മുന്നോട്ട് പോവാൻ പറ്റില്ല. പക്ഷെ ബയോളജി അങ്ങനെയല്ല. ഇരുന്നാൽ പോവാൻ എളുപ്പമാണ്, നല്ല ആശ്വാസവും കിട്ടും. പക്ഷേ സയൻസിൽ വിശ്വസിക്കാത്ത റോക്കിക്കെന്ത് ബയോളജി? അയാൾ മാത്സിലാണ് വിശ്വസിച്ചിരുന്നത്. വൃത്താകൃതിയുള്ള ചതുരത്തിന്റെ വികൃതിയെന്നും അയാളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അടികൊണ്ടിട്ടും തന്റെ വികൃതി മാറ്റാത്ത ആ ചതുരമാണ് റോക്കിയുടെ ഹീറോ. അതുകൊണ്ടുതന്നെ ഹീറോ സിനിമ അയാൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ നക്കിക്കൊല്ലുന്ന റോക്കി ഒരു ദിവസം ഹീറോ സിനിമയെ നക്കിക്കൊന്നു. കൊന്ന സിനിമ റിലീസ് ചെയ്യണമെന്ന് സോഷ്യൽ മീഡിയയിൽ കോമന്റിട്ട് പ്രതിഷേധമുയർന്നു. ജയിലിൽ പോവാൻ റോക്കിക്ക് പേടിയില്ലായിരുന്നു. അവിടെ തടവ് അനുഭവിക്കാനായിരുന്നു പേടി. ജയിലിലെത്തിയ റോക്കിയെ നോക്കി സന്ദർഭൻ എസ്ഐ മീശ പിരിച്ച മീശ സ്റ്റേറ്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുത്തു.